ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ടെക് ബാഗുകളാണ്. അതായത് ഞാനിപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്, നമ്മൾ എന്താ വർക്കിംഗ് പ്രൊഫഷനാണ്, ഫിനാൻസും ടെക്കും ഒക്കെ ആയിട്ടുള്ള പ്രൊഫഷണലാണ്. അതുപോലെ തന്നെ നമ്മൾ ട്രേഡിംഗ് പരിപാടികളുണ്ട്, അങ്ങനെ മൾട്ടിപ്പിൾ പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക് പ്രൊഡക്ട്സും ടെക് ഗാഡ്ജറ്റ്സുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. 2026 എഡിഷൻ നമ്മൾ ഇതിന് മുമ്പത്തെ കൊല്ലത്തിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറേ സംഭവങ്ങൾ മാറിയിട്ടുണ്ട്. ബാഗ് അടക്കം മാറിയിട്ടുണ്ട്, പ്രൊഡക്ട്സും മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഗാഡ്ജറ്റ് ഫ്രീക്കുകളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഞാൻ അത്യാവശ്യം ഗാഡ്ജറ്റ് ഫ്രീക്കാണ്. ഞാൻ നോർമലി ഇതുപോലെ ടെക് ബാഗ് വീഡിയോസ് ഒക്കെ കാണാറുള്ളതാണ്. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ടെക് ബാഗ് വീഡിയോസിലേക്ക് പോകാം. ഇതിൽ നമ്മൾ നമ്മുടെ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന ബാഗുകളൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പൗച്ചുകളും അങ്ങനെ സംഭവങ്ങളൊക്കെ പറയും. അപ്പോൾ ചെറുതായിട്ട് കുറച്ച് വീഡിയോ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1.5x കണ്ടാൽ മതി, ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് മൂവ് ചെയ്തോളും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. എന്തെങ്കിലും നിമിഷം കാലൊക്കെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കാണാം, jng.banksupport.in. നിങ്ങൾക്ക് അതുകൂടെ നിങ്ങൾക്ക് ബാങ്ക് ലോൺസും ക്രെഡിറ്റ് കാർഡ്സും NBFC എല്ലാ സംഭവവും അപ്ലൈ ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് സ്കോർ ഒക്കെ നോക്കാൻ പറ്റും. ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട കേട്ടോ. കമൻറ്റ് ചെയ്യാനും മറക്കണ്ട, എല്ലാ കമൻറ്റ് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ബാഗുകൾ എന്ന് പറയുന്നത്, ഒരെണ്ണം നമ്മുടെ സഫാരിയുടെ 45 ലിറ്ററിൻ്റെ ഒരു ബാഗാണ്. നിങ്ങൾ ഇതിൽ ഫ്രെയിമിൽ കൊള്ളുകയാകും. ഇതിൻ്റെ പേര് വരുന്നത് സീക്ക് 45 എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇത് നമുക്ക് ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു സൂട്ട് കേസ് ടൈപ്പ് ഓപ്പണിംഗ് ഒക്കെ വരുന്ന ഒരു മോഡലാണ്. നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഓപ്പൺ നിങ്ങൾ ഇതിന്റെ മോഡൽ കണ്ടായിരിക്കും. ഇത് അത്യാവശ്യം ലേറ്റസ്റ്റ് മോഡലൊന്നുമല്ല, ഇതിന്റെ പുതിയ മോഡൽസും വരുന്നുണ്ട്. ഇപ്പോൾ പേര് മാറി, ഇപ്പൊ സംഭവമൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്ന സാധനം ഇവിടെ പോയി, ഇവിടെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സാധനം കണ്ടു ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ എന്താ പറയുക, ലാപ്ടോപ്പ് അല്ലെങ്കിൽ ബ്രീഫ് കേസ് ഓർക്കണ പോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡ്രസ്സും സംഭവങ്ങളൊക്കെ വെക്കാൻ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും നമുക്ക് അതേപോലത്തെ ഒരു ഓപ്പണിങ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് കാർഡ്സുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അറിയില്ലല്ലോ, ഞാനപ്പോൾ തൃശ്ശൂരും എറണാകുളമായിട്ട് അങ്ങോട്ട് ഷിഫ്റ്റിങ് ആഴ്ചയിൽ 2 ആഴ്ചയിലൊക്കെ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെയിൻ ഓപ്പണിംഗ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിലാണ് എൻ്റെ ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ. ഞാൻ ഗാഡ്ജറ്റ്സ് ഒക്കെ സെപ്പറേറ്റ് വരെ കാണിച്ചു തരാം, എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്കിത് ഇതിൽ ഇങ്ങനെ കാണിച്ചു തരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ക്യാമറമാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ നമുക്കിതിൽ ഫ്രണ്ടിൽ നമുക്കൊരു വേറൊരു ഓപ്പണിംഗ് വരുന്നുണ്ട്. വലിയ കാര്യമായിട്ടുള്ള അത്ര അധികം ഓപ്പണിംഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിൽ നമുക്ക് അത്യാവശ്യം മെഡിസിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. 2 കീസുകളും സെപ്പറേറ്റ് കീസുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, കാറിൻ്റെയും ബൈക്കിൻ്റെയും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കീസ് ടാഗ് ചെയ്യാനുള്ള എക്സ്ട്രാ ഒരു ടാഗ് ഇതിലും ഉണ്ട്, പക്ഷേ ഞാൻ ഉപയോഗിക്കാറൊന്നുമില്ല. പിന്നെ വരുന്നത് ബാക്കിൽ മെയിനായിട്ടൊരു ലാപ്ടോപ്പ് കമ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും മരകൾ മാത്രമേ ഉള്ളൂ, വേറെ കോംപ്ലിക്കേഷൻസ് സംഭവമൊന്നുമില്ല. ലാപ്ടോപ്പിൻ്റെ ഉണ്ട്, ഒരു iPad വെക്കാനുള്ള അല്ലെങ്കിൽ ടാബ്ലറ്റ് വെക്കാനുള്ള ഒരു പൗച്ചും ഇതിൽ വരുന്നുണ്ട് ബാക്കിൽ. അത്രയും പൗച്ചുകൾ മാത്രമേ ഉള്ളൂ, വേറെ സ്പെഷ്യലായിട്ടുള്ള സംഭവമൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം നല്ല കപ്പാസിറ്റി കൊള്ളുന്ന നല്ല എയർ ആൻഡ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമുക്ക് ട്രിപ്പിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇതാണ് നമ്മുടെ സഫാരിയുടെ. ഇതിൻ്റെ പുതിയ മോഡൽ ഒന്നുമില്ല, ഡിസൈനൊക്കെ ആയിട്ട് സ്ലീക്ക് 45 ലിറ്ററിൻ്റെയാണ്. വേറെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഗിയറിൻ്റെ ഇതേ സെയിം മോഡൽ വരുന്ന ഒരു ബാഗാണ്. ഇതേ സെയിം മോഡൽ തന്നെയാണ്. എനിക്ക് തോന്നുന്ന സഫാരിനായിട്ടും പക്ഷേ റേറ്റ് കുറവാണ്, കുറച്ചുകൂടിയും വീതിയും കൂടുതലാണ്. നമുക്ക് ഇതിൻ്റെ വീതിയൊക്കെ കൂട്ടാൻ പറ്റും. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷെ നമുക്കിത് ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് സൂട്ട് കേസ് പോലെയും കൊണ്ടുവരാൻ പറ്റും. ബാക്കിയൊക്കെ ഡിസൈനൊക്കെ സെയിം തന്നെയാണ്. ഞാൻ അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട്, അത് ആമസോണും ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. ഞാൻ ടാഗ് ചെയ്തൊക്കെ രണ്ടിലും അവൈലബിൾ ആണ് ഈ സാധനം. ഇതിലാകുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ബാക്ക് സൈഡിൽ ഒരു സെപ്പറേറ്റ് ഒരു പാസ്പോർട്ട് വെക്കാനോ ക്യാഷ് വെക്കാനൊക്കെ ആയിട്ട് ഒരു സെപ്പറേറ്റ് ഇവിടെ ഒരു ഇത് ഉണ്ട്, അതുണ്ട്. അതല്ലാണ്ട് ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സിമിലറൊക്കെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ എന്താ പറയുക, ഓപ്പണിങ്സ് ആയിക്കോട്ടെ കമ്പാർട്ട്മെൻറ്റ്സ് ആയിക്കോട്ടെ എല്ലാം അത് നമ്മുടെ സഫാരിൻ്റെ അത് സെയിം തന്നെയാണ്. ഗിയറിൻ്റെ മോഡലാണ്, ഗിയറിൻ്റെ നിങ്ങൾക്ക് അറിയാവുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഈ 2 ബാഗുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എന്തായാലും ഗാഡ്ജറ്റ്സിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ലാപ്ടോപ്പുകളുടെ കാര്യം പറയാം. ഫസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് എന്ന് പറയുന്നത് മോട്ടോറോളയുടെ MotoBook 60 ആണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 6 മാസം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഒരു പൗച്ചിലിട്ടാണ് അത് കൊണ്ടുനടക്കാറ്. ഇത് മൊക്ക എന്ന് പറഞ്ഞ ബ്രാൻഡ്, ആമസോൺ ലെവലാണ് മൊക്ക എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇത് അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനൊക്കെ വരുന്നൊരു കേസാണ്. ഇത് നമ്മൾ സ്ഥിരം ട്രാവലിങ്ങിന് ഉപയോഗിക്കുന്നതാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് i7 വേരിയൻ്റ് ആണ് കേട്ടോ, Core 7 വേരിയൻ്റ് ആണ്. ഇത് ഒരു 14 ഇഞ്ചിൻ്റെ AMOLED. ഇതിൻ്റെ ഞാൻ ഒരു ലേറ്റസ്റ്റ് ഒരു റിവ്യൂ വീഡിയോ ഇട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരു 60-ൻ്റെയും 70-ൻ്റെയും റേഞ്ചിലൊരു ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ സാധനം കണ്ടുകൂടി എടുക്കാം. പിന്നെ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് എന്ന് പറയുന്നത് അസൂസിൻ്റെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഇത് അത്യാവശ്യം ഹെവിയാണ്, 2.5 കിലോ 2.7 കിലോ ഒക്കെ വരുന്നുണ്ട്.
AMD Ryzen ഒക്കെ വരുന്നതാണ്, അതുപോലെ NVIDIA ഒക്കെ വരുന്നൊരു മോഡലാണ്. ഇത് അത്യാവശ്യം ഹെവിയാണ്. അപ്പോൾ ഈ 2 ലാപ്ടോപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് ട്രാവലിങ്ങിനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നത് പറയുന്നത് നമ്മുടെ ഷോമിയുടെ പാഡ് 8 ആണ്, വിത്ത് അവരുടെ ആ ഒരു കീബോർഡ് ഇതുണ്ടല്ലോ, ആ സാധനം കീബോർഡ് മോഡലിലേക്ക് പോയി കണ്ടു. ഷോമിയുടെ തന്നെ ഒറിജിനൽ കീബോർഡ് കേസാണ് കേട്ടത്. അതാണ് ടാബ്ലറ്റ് ഉപയോഗിക്കുന്നത്. ഞാൻ പെന്ന് വാങ്ങിച്ചിട്ടില്ല, പെന്ന് നമുക്ക് അതിന് ആവശ്യമില്ല. പിന്നെ ഫോണുകളുടെ കാര്യം പറയുകയാണെങ്കിൽ 3 ഫോണാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരെണ്ണം സാംസങ്ങിൻ്റെ S24 Ultra, Oppo Find X9, പിന്നെ നമ്മുടെ X300. ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല, 3 ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. വലിയ കാര്യമായിട്ടുള്ള വേറെ മോഡലൊന്നും വന്നിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ റൈബാൻ്റെ മെറ്റ സ്മാർട്ട് ഗ്ലാസ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ട്രാൻസിഷൻ മോഡൽ വരുന്നതാണ്, Gen 2. പിന്നെ 2 അഡാപ്റ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. നത്തിങ്ങിൻ്റെ 65 വാട്ടിൻ്റെ ഗ്രാൻ ചാർജറും, അതുപോലെ തന്നെ നമ്മുടെ GMൻ്റെ ഒരു ഡിസ്പ്ലേ വരുന്നൊരു മോഡലാണ് 100 വാട്ടിൻ്റെ. ഇതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് വേറെ ഇട്ടിട്ടുണ്ട്, കാണാത്തവർക്ക് കണ്ടു നോക്കുക. ഒരു 3000 റേഞ്ചിൽ വരുന്ന ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ 2 ഗ്രാൻ ചാർജറാണ് നമ്മൾ ട്രാവലിംഗ് പർപ്പസിനൊക്കെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞു. പിന്നെ വരുന്നത് ക്യാമറയാണ്. അപ്പോൾ ഒരു ക്യാമറ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കി ക്യാമറസ് ഞാൻ വിറ്റു. ഇത് നമ്മുടെ സോണിയുടെ 6400 മോഡലാണ്, ഇൻക്ലൂഡിങ് സിഗ്മയുടെ 30mm ഒരു പ്രൈം ലെൻസും ഉണ്ട്. പിന്നെ ഒരു സോണിയുടെ വേറെ G Master ലെൻസും ഉണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല, എറണാകുളത്താണ്. അപ്പോൾ അതിപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ ഞാൻ കാണിച്ചിരുന്നില്ല. പിന്നെ ഉപയോഗിക്കുന്ന മൈക്ക് എന്ന് പറയുന്നത് DJയുടെ മൈക്ക് മിനിയാണ്, ഈ ഒരു മോഡൽ കണ്ടു. അപ്പോൾ ഇതിലൊരു മൈക്ക് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ഇതിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതും വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ 10,000 രൂപീസിന് ആമസോണിൽ വാങ്ങിച്ചാണ്. പിന്നെ ഒരു Type-C മൈക്കും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ബോയയുടെ. ഇതിപ്പോൾ ഞാൻ റീസെൻ്റ്ലി വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഇന്നലെ ഇട്ടുണ്ടായിരുന്നു. ബോയേൻ്റെ ഒരു Type-C മൈക്ക്, 2 ട്രാൻസ്മിറ്ററൊക്കെ വരുന്നത്, നിങ്ങൾക്ക് ഐഫോണിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, വീഡിയോ എടുക്കാനൊക്കെ കിടിലൻസ് ആണെന്ന് വേണമെങ്കിൽ പറയട്ടെ. സാധനം 5000 റേഞ്ചിൽ വരുന്നൊരു മോഡലാണ്. പിന്നെ കുറേ അക്സസറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ബാഗ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ക്രാലോഫ്റ്റ് എന്ന് പറഞ്ഞൊരു ബാഗാണ്, ഒരു 1000 റേഞ്ചിൽ വരുന്നതാണ്. നമ്മുടെ ഡെയിലി ഒബ്ജക്റ്റൊക്കെ ഇതിൻ്റെ ഡബിൾ പ്രൈസിൽ ഇതേ സെയിം സാധനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ഈ ബ്രാൻഡൊക്കെ വാങ്ങിച്ചാൽ മതി, സെയിം ക്വാളിറ്റി സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഇങ്ങനെ പൊസിഷൻ ആറാകളായിട്ട് കിട്ടും. ഇതിൽ നമ്മൾ പല സാധനങ്ങളും, ഇപ്പോൾ കേസുകളായിക്കോട്ടെ, ഇപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർജേഴ്സ് ഉണ്ട്, സെക്യൂരിറ്റി കീസുകളുണ്ട്, പിന്നെ നമ്മുടെ DJയുടെ ക്യാമറാസിൻ്റെ കുറേ സംഭവമുണ്ട്, ഞാൻ കാണിച്ചാൽ സെപ്പറേറ്റ്. പിന്നെ DJI നാനോൻ്റെ കുറച്ച് പോട്ടുകളും സംഭവമൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഒട്ടിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. പിന്നെ SSDകൾ എടുക്കുന്നുണ്ട്. ഇത് എൻ്റെ ക്രൂഷ്യലിൻ്റെ ഒരു 1 TB SSD ആണ്. പിന്നെ ഇത് നമ്മുടെ സാംസങ്ങിൻ്റെ ടച്ച് വരുന്ന ഒരു SSD ആണ്. ഇതാണ് എൻ്റെ മെയിൻ SSD. പിന്നെ ഒരു EVM എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബ്രാൻഡാണത്, ഇവരുടെ ഒരു കുട്ടി SSD കണ്ടു, 1 TB. ഇതെല്ലാം 1 TB ആണ്. ഒരെണ്ണം കൂടി ഉണ്ട്, ഒരെണ്ണം ഞാനിപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അതും ക്രൂഷ്യൽ തന്നെയാണ് കേട്ടോ. ഇത്രയാണ് ഇതിലുള്ളത്. ബാക്കിയൊക്കെ ഞാൻ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അതിൻ്റെ കേബിൾസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറേ USBസും, അതുപോലെ തന്നെ പെൻ ഡ്രൈവുകളും മെമ്മറി കാർഡുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇതിങ്ങനെ വീർത്തിരിക്കുന്നത് മാത്രമല്ല ഉള്ളൂ, ഇതിൽ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ തരുന്നൊരു മോഡലാണ്. ഇങ്ങനെ വീർത്തിരിക്കുക, എയർ കയറിയ പോലെ ഇങ്ങനെ വീർത്തിരിക്കും. പക്ഷെ നിലത്ത് വന്നാലും നമ്മുടെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ഒന്നും പറ്റില്ല, അങ്ങനെ ഒരു ഗുണം ഇതിന്. അപ്പോൾ അത് നല്ലൊരു സംഭവമാണ്. പിന്നെ നമ്മുടെ DJIൻ്റെ ക്യാമറാസാണ്, DJIൻ്റെ ആക്ഷൻ ക്യാമറാസ്. ഞാൻ ഉപയോഗിക്കുന്ന 2 ക്യാമറാസാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പല ക്യാമറാസും ഒക്കെ വാങ്ങലും കൊടുക്കലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ കുറേയൊക്കെ വീഡിയോ പർപ്പസിന് വാങ്ങിക്കും. ഇത് ഇങ്ങനത്തെ ഒരു ഓപ്പണിംഗ് ആയിട്ട് വരുന്നൊരു മോഡലാണ്. ഇതിൽ നമ്മുടെ DJIൻ്റെ നാനോയുടെ എൻ്റെ ഡിസ്പ്ലേ മോഡലാണ് അതിൻ്റെ ക്യാമറ. ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ വീഡിയോ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കോമ്പാക്ട് ക്യാമറ, ഒരു ചെറിയ കുട്ടി ക്യാമറ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ സാധനം കണ്ണും പൊട്ടി എടുത്തോ. 64 GB ഇൻബിൽഡായിട്ട് വരുന്ന സാധനത്തിന് 30,000 റേഞ്ചിലാണ് വരുന്നത്. അതിൻ്റെ ഫുൾ വീഡിയോ ഇടാം. പിന്നെ ഇതിന് പറ്റുന്ന ഒരു DJIൻ്റെ തന്നെ ഒരു സെപ്പറേറ്റ് ഒരു മൈക്ക്, കുട്ടി മൈക്കും, ഇത് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. DJIൻ്റെ ഇത് ക്യാമറാസായിട്ടും പെയർ ചെയ്യാൻ പറ്റും, അത് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പോക്കറ്റ് 3, പോക്കറ്റ് 4ലേക്ക് ഞാൻ പോകുന്നില്ല, ഒരു വ്യത്യാസമില്ല, ഒരു വലിയ ചേഞ്ചസൊന്നും ഇല്ല. പക്ഷേ ബാരിക്സ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് ഈ ബാഗിലുള്ളത്. പിന്നെ അതിൻ്റെ കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവമൊക്കെ ആയിട്ട് കിടക്കുന്നതാണ്. ഇത് ഞാൻ ആക്ച്വലി ഇപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനൊരു കേസ് വാങ്ങിച്ചാണ്. എന്താ വെച്ചാൽ ഇതിപ്പോൾ അത്യാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് നിലത്ത് പോകാനും ഒന്നും പറ്റില്ല. അങ്ങനത്തെ അത്യാവശ്യം എന്ന് വെച്ചാൽ ഈ പോക്കറ്റ് ഗിംബിൾ വരുന്ന സംഭവമാണ്. അപ്പോൾ അത് നിലത്ത് പോകാൻ അതിൻ്റെ പരിപ്പളകും. അപ്പോൾ ഇങ്ങനത്തെ സാധനത്തിലാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഇഷ്യൂ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഞാൻ നോക്കിയതാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ TWS ആണ്.
ഇതാണ് നമ്മുടെ TWS ഒപ്പോൻ്റെ എൻകോ ബഡ്സ് 3 Pro Plus എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ വീഡിയോ ഒന്നിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കണ്ടു വെക്കുക. 3000 റേഞ്ചിൽ കിടിലൻ TWS എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ ആക്ച്വലി JBLൻ്റെ ഒരു ലൈവ് 770NC ഹെഡ്ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതോ ബാഗിലാണ്, അത് ഞാൻ എറണാകുളത്ത് നിന്ന് എടുക്കാൻ മറന്നൊന്ന് സംശയമുണ്ട്, ഞാൻ നോക്കിയിട്ട് കാണാല്ലേ അത്. പിന്നെ ഉപയോഗിക്കുന്ന പവർ ബാങ്കുകളാണ്. ഞാൻ ഇങ്ങനെ ഒരു പവർ ബാങ്ക്സും വയർസുകളും ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബാഗ് ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മുടെ പ്രൊമേറ്റിൻ്റെ ഒരു ഇതേപോലെ ഒരു കുട്ടി ഒരു പവർ ബാങ്ക് ഉണ്ട്. പിന്നെ നമ്മുടെ സ്പീക്കറിൻ്റെ ഒരു പവർ ബാങ്ക് ഉണ്ട് 10000 അതിപ്പോൾ നമ്മൾ ക്യാമറ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു സാംസങ്ങിൻ്റെ 10000 mAh ഒരു ചാർജറും പവർ ബാങ്കാണ് നമ്മൾ മൂന്ന് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ആക്ച്വലി നമ്മുടെ ഈ വേറെ നമ്മുടെ 65 വാട്ടിൻ്റെ പവർ ബാങ്ക് ഉണ്ട്, അത് ആക്ച്വലി വൈഫിൻ്റെ കയ്യിലാണ്, അത് എറണാകുളത്താണ്. ഡിസ്പ്ലേ ഒക്കെ വരുന്ന മോഡൽ നമ്മൾ അതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ജിഗാ മാക്സിമം 2025 mAh അതും നല്ല സാധനം തന്നെയാണ് കേട്ടോ. പക്ഷേ ഈ സ്റ്റഫ് കൂളിൻ്റെയാണ് അത്. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ബ്രാൻഡ് ഇന്ത്യൻ ബ്രാൻഡുകൾ 6 മാസം വാറണ്ടി ഒക്കെ തരിക. വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് റിപ്പയർ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഒരു കൂപ്പൺ തരും, അടുത്ത പ്രൊഡക്റ്റ് 20% ഓഫറായിട്ട് വാങ്ങിക്കാൻ, അത്രേ ഉള്ളൂ. അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. സ്റ്റഫ് കൂളായിക്കോട്ടെ, ബാക്കി ഇത് ആംബ്രാൻഡ് കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചുകളാണ്. അപ്പോൾ പറഞ്ഞാൽ നമ്മുടെ നത്തിങ് CMF വാച്ച് 3 Pro ആണിത്. ഇത് പിന്നെ ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ വാച്ച് 8 ക്ലാസിക് നമ്മളിപ്പോൾ ഉപയോഗിച്ച് കെട്ടിക്കിട്ടുണ്ട്. പിന്നെ 2 നോർമൽ വാച്ചാണ് നമ്മൾ നോർമലി ട്രാവലിംഗ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാറ്. അത് ഒരെണ്ണം നമ്മുടെ G-Shock മഡ് മാസ്റ്ററാണ് ഇത്. പിന്നെ നമ്മുടെ G-Shockൻ്റെ ഒരു നോർമൽ ക്ലാസിക് മോഡൽ, ഒരു എഡിഫൈസ് എഡിഷൻ ഉണ്ടോ ബ്ലൂ. ഇപ്പം ഇത്രയാണ് വരുന്നത്. പിന്നെ ഉള്ളത് എന്താ പറയുക, ഫോണിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാമറയുടെ കാര്യം ഇപ്പോൾ ക്യാമറ കാണിച്ചു തരാൻ പറ്റില്ല, ക്യാമറയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ സാംസങ്ങിൻ്റെ ഗാലക്സി റിങ്, ഹെൽത്ത് റിങ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഗാഗിന് കുറേ സംഭവങ്ങളുണ്ട് സാംസങ്ങിൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന റിങ്. ഇനിയിപ്പോൾ ഞാൻ ആക്ച്വലി ഗൂഗിളിൻ്റെ ഫിറ്റ്ബിറ്റ് ആയിരുന്ന സാധനം ഇന്ത്യയിൽ ലോഞ്ച് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനാണെങ്കിൽ അതും ചിലപ്പോൾ വാങ്ങിക്കും. എന്താ വെച്ചാൽ ഇപ്പോൾ ലൂപ്പ് വേറെ ബ്രാൻഡ് ഉണ്ടല്ലോ നമ്മുടെ വൂപ്പ്, അത് തീരെ ഒരു സംഭവം നല്ലതാണ്, പക്ഷേ അവർ ഭയങ്കര ഓവർ പ്രൈസിലാണ് സാധനം. അത് പോരാത്തതിന് സബ്സ്ക്രിപ്ഷൻ വേറെയും. സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, പക്ഷേ അത് നഷ്ടമാണ്. അപ്പോൾ ഈ സാധനം ആകുമ്പോൾ $99 ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഗൂഗിൾ. അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല, പുറത്തുനിന്ന് വാങ്ങിക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ ലോഞ്ച് ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതും ഞാൻ അഡീഷണൽ വരും കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ആക്ച്വലി നമ്മുടെ ബാഗിൽ കൊണ്ടു നടക്കുന്നത്. ഡെയിലി അല്ല, ട്രാവൽ ടെക് ബാഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 2 ഞാൻ നോർമലി കൊണ്ടു നടക്കാറുണ്ട് കേട്ടോ. കാറിൽ വരുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഞാൻ ഇതിൻ്റെ ഒരു കുട്ടി വെർഷൻ വേറെ ഒരു സ്ലിംഗ് ബാഗ് ഉണ്ട്, ടെക് ബാഗിൻ്റെ ഡെയിലി ക്യാരി ബാഗ് ടെക് ബാഗ് എന്ന് വേണമെങ്കിൽ സെപ്പറേറ്റ് വേറെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ എൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഞാൻ അതിൽ കാണിക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഈ പറഞ്ഞ പ്രൊഡക്ട്സുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ളത് ആമസോണിൻ്റെ ലിങ്ക് ആണെങ്കിൽ ആമസോണിൽ കൊടുക്കാം. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിന് ഓട്ടോമാറ്റിക്കലി ടാഗ് ആയിക്കോളും യൂട്യൂബിൽ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡയറക്റ്റ് നോക്കാം കേട്ടോ. പിന്നെ ഉപയോഗിക്കുന്ന വേറൊരു സാധനമാണ് നമ്മുടെ ഈ ഒരു ഫോൺ. നമുക്കിതിങ്ങനെ കഴുത്തിലിട്ടിട്ട് നമ്മുടെ ഫോൺ ഇതിൽ മൗണ്ട് ചെയ്താൽ മതി. കണ്ടു, നമുക്കിങ്ങനെ നെക്ക് വീഡിയോ എടുക്കാം, POV ഷോർട്സ് പോലെ എടുക്കാം. നമ്മുടെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ ഇത് നമ്മുടെ വിവോൻ്റെ എക്സ്റ്റൻഡ്, ഇതിൽ നമുക്ക് മാഗ്നറ്റിക് ഇത് വരുന്നുണ്ടല്ലോ, മാക്സേഫ് സപ്പോർട്ടുള്ള ഇതാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ വെച്ചാൽ മതി. കണ്ടു, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ. കണ്ടു, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സംഭവം അത്യാവശ്യം കുഴപ്പമില്ലാത്ത പവർഫുൾ മാഗ്നറ്റ് ആണ് ഇത്. ഹെഫിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ ബ്രാൻഡ് നെയിം ഞാൻ പറഞ്ഞു, ഇതും ഞാൻ ടാഗിങ് കൊടുത്തേക്കാം. നമ്മുടെ കഴുത്തിലിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കണ്ടു, ക്യാഷൻ ക്യാമറ ഒക്കെ വരുന്ന പോലെ ഫോൺ കൊണ്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മാക്സേഫ് സപ്പോർട്ടുള്ള ഒരു കേസ് ഉണ്ടായാൽ മതി. ഇപ്പോൾ ഐഫോണും ലേറ്റസ്റ്റ് പിക്സലൊക്കെ ആണെങ്കിൽ പിന്നെ കേസ് ഇല്ലെങ്കിലും പറ്റും. എന്ന് വെച്ചാൽ ഇൻബിൽഡ് മാക്സേഫ് സപ്പോർട്ട് വരുന്നുണ്ട്. അല്ലാത്തവർക്ക് ഇങ്ങനത്തെ ഒരു കേസ് വാങ്ങിച്ചിട്ട് ഏത് ഫോണും ഇതുപോലെ സുഖമായിട്ട് കൊണ്ടുനടക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ നോർമലി നമ്മളെ ക്യാരി ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഞാൻ കടന്നു വെക്കാൻ മറക്കണ്ട. അടുത്ത് കാണാം.